അമേരിക്കൻ സെനറ്റർ, മികച്ച വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ എഡ്വേർഡ് എവററ്റ് വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് 1863 നവംബർ 19 13,609 വാക്കുകൾ നിറഞ്ഞതും 2 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ ഒരു പ്രഭാഷണം നടത്തുന്നു. ഗെറ്റിസ്ബർഗ് സെമിത്തേരിയിൽ ഉയർന്നു കേട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊടുവിൽ അവിടെ ഒത്തുകൂടിയ ജനങ്ങളുടെ നീണ്ട കരഘോഷം മുഴങ്ങി. സദസ്സ് ഒന്ന് ശാന്തമായപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വളരെ സാവധാനം പ്രസംഗപീഠത്തിലേക്ക് നടന്നെടുത്തു. പനി ബാധിതനായ അദ്ദേഹം ക്ഷീണിതനായിരുന്നു. മുഖമാകെ വിളറിയിരുന്നു. എന്നിട്ടും ശാന്തവും ദൃഢവുമായ സ്വരത്തിൽ 2 മിനിറ്റ് താഴെ മാത്രം അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു. 271 വാക്കുകൾ ചിട്ടയായി ക്രമീകരിച്ച 10 വാചകങ്ങളടങ്ങിയ ആ പ്രസംഗത്തിലെ അവസാന വരികൾ ഇന്ത്യക്കാരായ നമുക്ക് പോലും കാണാപ്പാഠമാണ്. എങ്ങനെ ആശയങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് അന്വേഷിക്കുമ്പോൾ, മനുഷ്യ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും പറ്റി ചർച്ചകൾ നടക്കുമ്പോൾ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാകുമ്പോൾ, മാന്യതയ്ക്ക് നിരക്കാത്തതും ഹിംസാത്മകവുമായ വാക്കുകളാൽ ലോക നേതാക്കൾ മാനവരാശിയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുമ്പോൾ, ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട പ്രഭാഷണമാണ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന വാചകത്തിൽ അവസാനിക്കുന്ന എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം. ലോകമെങ്ങും നടക്കുന്ന യുദ്ധങ്ങൾക്ക് പിന്നിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അമേരിക്കൻ സാന്നിധ്യമുണ്ടെന്ന് ചർച്ച ചെയ്യുമ്പോഴൊക്കെ പലരും ഉന്നയിക്കാറുള്ള ഒരു കാര്യമാണ് അമേരിക്കൻ മണ്ണിൽ ഇതുവരെയും ഒരു യുദ്ധവും നടന്നിട്ടില്ല എന്നത്. പക്ഷേ അമേരിക്കൻ സിവിൽ വാർ എന്ന പേരിൽ നാം പഠിച്ചിട്ടുള്ള അമേരിക്കൻ ആഭ്യന്തര കലാപം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും രക്തരൂഷിതമായ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ദിവസം തന്നെ 1000-ലധികം ജനങ്ങൾ മരിച്ചു വീണ പല ദിവസങ്ങൾ ആ യുദ്ധത്തിനിടയിൽ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. 50 സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് അമേരിക്ക എന്ന് നാം വിളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 1959 50 സംസ്ഥാനങ്ങൾ എന്ന ഔദ്യോഗിക കണക്കിലേക്ക് ആ രാജ്യം എത്തിയത്. 1776 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത 13 കോളനികളിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന അമേരിക്കയുടെ വളർച്ച ആരംഭിക്കുന്നത്. 1821 സംസ്ഥാനങ്ങളുടെ എണ്ണം 23 1861 അത് 34 ഉയർന്നു. ഇവിടെ വെച്ചാണ് വിഭജനത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ വിഭജിക്കപ്പെടാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരമാണ് വേണ്ടതെങ്കിൽ അടിമത്തം എന്നാണ് അതിനുള്ള മറുപടി. അമേരിക്കയിലെ വടക്കു ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ വ്യാവസായികമായി കുറെ കൂടി പുരോഗതി കൈവരിച്ച പ്രദേശങ്ങളായിരുന്നു. അടിമത്തത്തിന് എതിരായിരുന്നു അവരുടെ നിലപാടുകൾ. എന്നാൽ തെക്കു ഭാഗത്തുള്ള സംസ്ഥാനങ്ങളുടെ വരുമാന മാർഗം കൃഷിയായിരുന്നു, പ്രധാനമായും പരുത്തി കൃഷി. പാടത്ത് പണിയെടുക്കാൻ ആളെ കിട്ടണം എന്നതിനാൽ തെക്കുള്ളവർ അടിമത്ത വ്യവസ്ഥിതിയോട് അനുകൂല നിലപാട് പുലർത്തി. ഈ നിലപാടുകളുടെ പേരിൽ നോർത്ത് സ്റ്റേറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്സ് എന്നും സൗത്ത് സ്റ്റേറ്റ്സ് സ്ലേവ് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെട്ടു പോന്നു. പുതിയതായി ഒരു സംസ്ഥാനത്തെ ഐക്യരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഫ്രീ സ്റ്റേറ്റ് ആണോ സ്ലേവ് സ്റ്റേറ്റ് ആണോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ജനങ്ങൾക്കിടയിലെ ഒരു അഭിപ്രായ സർവേയിലൂടെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നത്. 1854 കാൻസസ് സംസ്ഥാനത്തെ US കൂട്ടിച്ചേർക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോഴാണ് ആദ്യമായി അനൈക്യം പ്രകടമായത്. അടിമത്തത്തിന്റെ കാര്യത്തിൽ അവിടെ ജനങ്ങൾക്ക് തീവ്രമായ 2 പക്ഷമുണ്ടായിരുന്നു. ഈ ഭിന്നത ഒരു മിനി സിവിൽ വാർ എന്ന് പറയാവുന്ന രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് വികാസം പ്രാപിച്ചു. കാൻസസ് വിഷയം പ്രാദേശിക പ്രശ്നം എന്ന നിലയിൽ നിന്നും മാറി അമേരിക്കയിലെങ്ങും അടിമത്തത്തെ പറ്റിയുള്ള ചൂടേറിയ സംവാദങ്ങൾക്കും പ്രകടനങ്ങൾക്കും കാരണമായി. എബ്രഹാം ലിങ്കൺ എന്ന നേതാവിന്റെ ഉദയം ഉണ്ടാകുന്നതും ഈ കാലയളവിലാണ്. അടിമത്തത്തിനെതിരെ ശക്തമായ നിലപാടുള്ള വ്യക്തിയായിരുന്നു കെൻറ്റക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം കൂടിയായ ലിങ്കൺ.
അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി എല്ലാവരും ഉയർത്തിക്കാട്ടാറുള്ളത് എബ്രഹാം ലിങ്കണെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പും അദ്ദേഹത്തോടുള്ള എതിർപ്പുമായിരുന്നു അമേരിക്കയെ വിഭജനത്തിലേക്ക് നയിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ അമേരിക്ക രണ്ടായി മുറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മുറിവുകളെ കൂട്ടിയോജിപ്പിക്കാനും മുറിവുണക്കാനും ലിങ്കന് സാധിച്ചു എന്നതിലാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ആ മഹത്വത്തിലേക്കാണ് നമ്മുടെ ഈ സഞ്ചാരം. 1860 നവംബർ 6 ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അടിമത്തത്തെ എതിർക്കുന്ന സമ്പന്നമല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലമുള്ള ലിങ്കൺ സൗത്ത് സ്റ്റേറ്റിലുള്ളവർക്ക് അത്ര പ്രിയങ്കരനായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ അധികാരത്തിലെത്തിയാൽ അടിമത്തത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു നിയമനിർമ്മാണം ഉണ്ടാകുമെന്ന ചിന്ത ശക്തമായപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾ ഐക്യനാടിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ തീരുമാനിച്ചു. ആ സമയം അമേരിക്കയിലെ അടിമകളുടെ എണ്ണം ഏകദേശം 40 ലക്ഷമായിരുന്നു. തെക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ ജനസംഖ്യയുടെ പകുതിയിലധികം അടിമകളായിരുന്നു. തങ്ങളുടെ നിലനിൽപ്പിന് അടിമകൾ ആവശ്യമാണെന്ന് കരുതിയ സൗത്ത് കാരോലിന സംസ്ഥാനം 1861 മാർച്ച് 4 ലിങ്കൺ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുന്നതിനും വളരെ മുൻപ്, അതായത് 1860 ഡിസംബർ 20 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും പുറത്തു കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മിസിസിപ്പി, ഫ്ലോറിഡ, അൽബാമ, ജോർജിയ, ലൂസിയാന, ടെക്സസ് എന്നീ സൗത്ത് സ്റ്റേറ്റുകൾ കൂടി അവർക്കൊപ്പം ചേർന്ന് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന ഒരു പുതിയ രാഷ്ട്ര പ്രഖ്യാപനം നടത്തി. സ്ഥാനാരോഹിതനായ ലിങ്കൺ തെക്കൻ സംസ്ഥാനങ്ങളുടെ വിമത നീക്കങ്ങളെ കരുതലോടെയാണ് നോക്കിക്കണ്ടത്. പെട്ടെന്നൊരു സൈനിക നടപടിയിലേക്ക് കടക്കാതെ കാര്യങ്ങളെ ശാന്തമാക്കാൻ ശ്രമം നടത്തിപ്പോന്നു. എന്നാൽ സൗത്ത് കാരോലിനയ്ക്ക് സമീപമുള്ള ചാൾസ്റ്റൺ ദ്വീപും അവിടെയുള്ള സംറ്റർ കോട്ടയും യൂണിയൻ സൈന്യത്തിന്റെ ഒരു ഔട്ട്പോസ്റ്റായി നിലനിർത്താൻ ലിങ്കൺ ആഗ്രഹിച്ചു. പക്ഷേ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കോൺഫെഡറേഷൻ സ്റ്റേറ്റ്സ് അവകാശം ഉന്നയിച്ചതോടെ സംഘർഷങ്ങൾ ആരംഭിക്കുകയായി. 1861 ഏപ്രിൽ 12 കോൺഫെഡറേറ്റ് സൈന്യം ഫോർട്ട് സംറ്ററിനെ ആക്രമിച്ചതോടെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധം ആരംഭിച്ചതോടെ വെർജീന, അർക്കാൻസോ, ടെന്നസി, നോർത്ത് കാരോലിന എന്നീ 4 തെക്കൻ സംസ്ഥാനങ്ങൾ കോൺഫെഡറേഷനിൽ ചേർന്നു. അതോടെ അവരുടെ എണ്ണം 11 യുദ്ധം കുറെ കൂടി മൂർച്ഛിക്കാൻ ഇത് ഇടയാക്കി. 1862 രക്തത്താൽ ചുവന്നുപോയ ഒരു വർഷം എന്നാണ് അമേരിക്കൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കൊടിക്കീഴിൽ അണിനിരന്നിരുന്നവർ ഭിന്നിച്ച് പരസ്പരം പോരാടിയ ആ നാളുകളിൽ യുദ്ധതന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ക്രൂരതയ്ക്കും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. യൂണിയൻ സൈന്യത്തിന്റെ മേധാവികളായി ലിങ്കൺ പലരെയും പരീക്ഷിക്കുകയുണ്ടായി. ജോർജ് മെക്കല്ലൻ, ജോർജ് മീഡ്, യൂലിസിസ് എസ് ഗ്രാൻഡ് എന്നിവർ അവരിൽ പ്രധാനികളാണ്. കോൺഫെഡറേഷൻ സൈഡിൽ ആദ്യാവസാനം ഒരൊറ്റ ജനറലായിരുന്നു യുദ്ധത്തിന്റെ മുന്നണി പോരാളി, റോബർട്ട് ഇ ലീ. ആദ്യ വിജയങ്ങൾ പലതും ലീയുടെ സൈന്യത്തിനൊപ്പമായിരുന്നുവെങ്കിലും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും രക്തമങ്കിലുമായ സിംഗിൾ ഡേ ബാറ്റിൽ എന്നറിയപ്പെടുന്ന ആന്റിഡം പോരാട്ടത്തിൽ പക്ഷെ വിജയം മെക്കല്ലൻ നയിച്ച യൂണിയൻ സേനയ്ക്ക് ഒപ്പമായിരുന്നു. ഒരൊറ്റ ദിവസത്തിൽ 20,000-ലധികം ജീവൻ നഷ്ടമായ ആ പോരാട്ടത്തിലെ വിജയം ലിങ്കന് ചില സുപ്രധാന ചുവടുവെപ്പുകൾ നടത്താൻ ധൈര്യം പകർന്നു. 1863 ജനുവരി 1 ലിങ്കൺ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ അഥവാ വിമോചന വിളംബരം പുറപ്പെടുവിച്ചു. അടിമകൾക്ക് സ്വാതന്ത്ര്യം ഔദ്യോഗികമായി ഉറപ്പുവരുത്താനുള്ള ആദ്യ നയപ്രഖ്യാപനമായിരുന്നു അത്. അതോടെ പല സംസ്ഥാനങ്ങളിലും അടിമകൾ സ്വതന്ത്രരായി. വിമോചനത്തിന്റെ മാധുര്യം നുകർന്ന കറുത്ത വർഗക്കാർ യൂണിയൻ സൈന്യത്തിനൊപ്പം ചേരാൻ സന്നദ്ധരുമായി. എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ അടിമത്തം അപ്പോഴും നിലനിന്നു പോന്നു. ഇതോടെ യൂണിയൻ സൈനികർക്ക് പോരാടാനുള്ള ധാർമ്മികമായ ഒരു കാരണം ലഭ്യമായി: അടിമകളുടെ വിമോചനം. ആഭ്യന്തര യുദ്ധത്തിലെ പ്രധാന പോരാട്ടങ്ങളെല്ലാം തെക്കൻ സംസ്ഥാനങ്ങളിലാണ് അരങ്ങേറിയത്. അവിടങ്ങളിലെ ചില പരാജയങ്ങൾ
അതുകൊണ്ട് തന്നെ കോൺഫെഡറേഷൻ സേനയുടെ മനോവീര്യത്തെ കെടുത്തി. ആത്മവിശ്വാസം വീണ്ടെടുക്കാനായി ജനറൽ ലീ അപകടകരമായ ഒരു നീക്കത്തിന് തയ്യാറായി. നോർത്ത് സ്റ്റേറ്റ്സിൽ ഉൾപ്പെട്ട പെൻസിൽവാനിയയെ പിടിച്ചടക്കുക. 75,000 പടയാളികളുമായി അദ്ദേഹം പെൻസിൽവാനിയയിലേക്ക് നീങ്ങി. അവിടെയുള്ള ഒരു ചെറു പട്ടണമായ ഗെറ്റിസ്ബർഗിൽ വെച്ച് ജോർജ് മെയ്ഡിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ സൈന്യം അവരെ പ്രതിരോധിച്ചു. 1863 ജൂലൈ 1-നാണ് ഗെറ്റിസ്ബർഗ് യുദ്ധം ആരംഭിച്ചത്. ഇരുപക്ഷവും പീരങ്കികൾ വളരെ സമൃദ്ധമായി ഉപയോഗിച്ച ആ പോരാട്ടത്തിൽ ഭൂമി ശരിക്കും കുലുങ്ങി, ആകാശം പുകയാൽ കറുത്തുപോയി. ആദ്യ ദിനത്തിൽ പിന്നോക്കം പോയ യൂണിയൻ സേന തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചതോടെ ജൂലൈ 3-ന് യുദ്ധം അവസാനിക്കുമ്പോൾ കോൺഫെഡറേഷൻ സേനയുടെ ഭാഗത്തുണ്ടായ ആൾ അർത്ഥ നഷ്ടങ്ങൾ അതിഭീമമായിരുന്നു. 2 സേനകളിൽ ഉൾപ്പെടെ 50,000 സൈനികരാണ് അന്ന് യുദ്ധഭൂമിയിൽ മരിച്ചു വീണത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും അധികം പേർ മരിച്ചു വീണത് ഗെറ്റിസ്ബർഗിലെ കുന്നുകളിലും താഴ്വരകളിലുമാണ്. ശരിയായ പേരോ വിവരങ്ങളോ രേഖപ്പെടുത്താതെയും ഉചിതമായ ഒരു ആദരവ് നൽകാതെയുമാണ് ഗെറ്റിസ്ബർഗിൽ വീണു മരിച്ച സൈനികരെ അടക്കം ചെയ്തത്. അതിനാൽ തന്നെ അവരുടെ ത്യാഗത്തെ, പോരാട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തി സംരക്ഷിക്കണം എന്ന ആഗ്രഹം പെൻസിൽവാനിയയിൽ ശക്തമായിരുന്നു. അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്ന ഡേവിഡ് വിൽസ് ഒരു നാഷണൽ സെമിട്രി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അമേരിക്കൻ ഗവൺമെന്റ് അതിന് സമ്മതം മൂളിയതോടെ ഗെറ്റിസ്ബർഗിലെ 17 ഏക്കർ സ്ഥലം ഒരു ദേശീയ സ്മാരകം പണിയാനായി ഏറ്റെടുക്കപ്പെട്ടു. തുടർന്നുള്ള 4 മാസക്കാലം കൊണ്ട് സൈനികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് ഔദ്യോഗിക കല്ലറകളിലേക്ക് മാറ്റുകയും 1863 നവംബർ 19-ന് സെമിത്തേരിയുടെ ഉദ്ഘാടനം നിശ്ചയിക്കുകയും ചെയ്തു. നവംബർ 19-ന് കാർലൈൽ സ്ക്വയറിൽ നിന്നുള്ള സൈനികരുടെ മാർച്ചോടെയാണ് ഔദ്യോഗിക പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. തുടർന്ന് ഗെറ്റിസ്ബർഗ് വേദിയിൽ റവറൻ TH സ്റ്റോങ്ടന്റെ ഒരു പ്രാർത്ഥന, മറൈൻ ബാൻഡിന്റെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ്, അതിനുശേഷം മുഖ്യ പ്രഭാഷകനായ എഡ്വേർഡ് എവർട്ടന്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണം. അക്കാലങ്ങളിൽ ദീർഘമായ അനുസ്മരണ പ്രഭാഷണങ്ങൾ പതിവായിരുന്നു. അതിനും ശേഷമാണ് വീണുപോയവരുടെ സമർപ്പണത്തെ ഓർക്കുന്ന, ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്ന, സ്വാതന്ത്ര്യം, സാഹോദര്യം, ജനാധിപത്യം എന്നീ മൂല്യങ്ങൾക്ക് കരുത്തും കൃത്യതയും പകർന്ന മഹത്തായ ആ പ്രഭാഷണം ലിങ്കൺ നടത്തിയത്. 87 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂഖണ്ഡത്തിൽ ഒരു പുതിയ രാഷ്ട്രത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ ആ സന്ദേശം അവസാനിച്ചത് ഇങ്ങനെയാണ്: ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാലുള്ള ഈ ഭരണകൂടം ഭൂമിയിൽ നിന്നും ഒരിക്കലും അപ്രത്യക്ഷമാകരുത്. വെറും 2 മിനിറ്റ് മാത്രമുള്ള ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിന്റെ 5 കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമാണെന്നുള്ളതാണ് കൗതുകകരമായ ഒരു വസ്തുത. ഓരോന്നിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോ കോപ്പിയും അവ ആദ്യം ലഭിച്ച വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നിക്കോളെ, ജോൺ ഹേ, എവറേറ്റ്, ബാൻക്രോഫ്റ്റ്, ബ്ലിസ് എന്നീ പേരുകളിലാണ് ഈ കോപ്പികൾ അറിയപ്പെടുന്നത്. അവയിൽ നിക്കോളെ, ഹേ എന്നിവരുടെ പേരിലുള്ളവ പ്രസംഗത്തിന് മുൻപ് എഴുതിയ ഡ്രാഫ്റ്റുകളാണ്. ശേഷിക്കുന്നവ സൈനികരുടെ ക്ഷേമാർത്ഥമുള്ള പരിപാടികളിൽ ഉപയോഗിക്കുന്നതിനായി എഴുതി നൽകിയവയാണ്. ആദ്യ കോപ്പി എന്നറിയപ്പെടുന്നത് ജോൺ ജി നിക്കോളെ എന്ന ലിങ്കന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ പേരിൽ ഉള്ളതാണ്. പക്ഷേ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ടതും ഒരു സ്റ്റാൻഡേർഡ് വെർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും കേണൽ അലക്സാണ്ടർ ബ്ലിസിന്റെ പേരിലുള്ളതാണ്. അതിൽ മാത്രമാണ് ലിങ്കൺ തന്റെ പേരും തീയതിയും കൃത്യമായി രേഖപ്പെടുത്തി നൽകിയത്. ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട ഈ കോപ്പിയാണ് ലിങ്കൺ മെമ്മോറിയലിന്റെ ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുള്ളത്. പല കോപ്പികൾ ഉണ്ടെങ്കിലും അർത്ഥത്തിന് മാറ്റമില്ല. ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ ചില വാക്കുകളിൽ തിരുത്തലുകൾ വരുത്തി എന്നത് മാത്രമാണ് വ്യത്യാസം. ഗെറ്റിസ്ബർഗിലെ മുഖ്യ പ്രഭാഷകനായ എവർട്ടിന്റെ പ്രസംഗം സാഹിത്യമേന്മയാലും ചരിത്രപരമായ സൂചനകളാലും സമ്പന്നമായിരുന്നുവെങ്കിൽ ലിങ്കന്റേത് കുറെ കൂടെ ബൈബിൾ സ്വാധീനം ഉള്ളതും
ഭാഷ ആത്മീയതയുടെ സ്പർശം ഉള്ളതുമായിരുന്നു. കിങ് ജെയിംസ് ബൈബിളിലെ സങ്കീർത്തനം 90-ന്റെ 10-ാം വാചകത്തിന് സമാനമായിട്ടാണ് 4 years ago എന്ന ആദ്യ വാചകം ലിങ്കൺ രൂപപ്പെടുത്തിയത് എന്നാണ് നിരീക്ഷണം. സഹനം, വിശുദ്ധീകരണം, ദൈവത്തിന് കീഴിലുള്ള രാഷ്ട്രം എന്നീ വാക്കുകളിൽ തിരുവചന സ്വാധീനം കുറെ കൂടി പ്രത്യക്ഷമാണ്. ലിങ്കൺ പങ്കുവച്ച ജനാധിപത്യ നിർവചനം പിന്നീട് ലോകമെങ്ങും ഏറ്റെടുക്കുകയും ഫ്രാൻസിന്റെയും ജപ്പാന്റെയും ഭരണഘടനകളിൽ ഇടം പിടിക്കുകയും ഉണ്ടായി. യുദ്ധം തുടരുകയും മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ തന്നെയായിരുന്നു ലിങ്കന്റെ ചരിത്ര പ്രസംഗം. ഗെറ്റിസ്ബർഗിലെ പ്രസംഗം യുദ്ധത്തിന്റെ ലക്ഷ്യത്തെ ജനാധിപത്യത്തിനും മനുഷ്യ സമത്വത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമായി നിർവചിച്ചു. ഇത് അമേരിക്കയിലെങ്ങും ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. അതിന്റെ അലയൊലികൾ യൂറോപ്പിലേക്കും ചെന്നെത്തിയതോടെ കോൺഫെഡറേഷൻ സ്റ്റേറ്റുകൾക്ക് അവിടെ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന സഹായവും പിന്തുണയും നിലച്ചു. കിഴക്ക് ഗെറ്റിസ്ബർഗിൽ കനത്ത പരാജയം നേരിട്ട കോൺഫെഡറേറ്റ് സൈന്യത്തിന് അതേസമയം തന്നെ പടിഞ്ഞാറ് മിസിസിപ്പിയിലും തോറ്റോടേണ്ടി വന്നതോടെ ലീയുടെ സൈന്യത്തിലേക്ക് ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഭക്ഷണവും ആയുധവും ആളുമില്ലാതെ ശോഷിച്ചു പോയ കോൺഫെഡറേറ്റ്സുകൾ ഒടുവിൽ പരാജയം സമ്മതിച്ചു. 1865 ഏപ്രിൽ 9-ന് ജനറൽ ഗ്രാൻഡിന്റെയും ജനറൽ റോബർട്ട് ലീയുടെയും ഇടയിൽ ഒപ്പുവെച്ച ഉടമ്പടി തികച്ചും സൗഹാർദ്ദപരമായിരുന്നു. ആ ഉടമ്പടിയിൽ ആർക്കും തന്നെ വിചാരണയോ ശിക്ഷയോ ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ 6 ലക്ഷം പേർ മരിച്ചു വീണ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ഒടുവിൽ അമേരിക്കയെ നവീകരിച്ചു, ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറപ്പിച്ചു. അതിന്റെ എല്ലാം കേന്ദ്രസ്ഥാനത്തായി ലിങ്കണും ഗെറ്റിസ്ബർഗിലെ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രതിഷ്ഠിക്കപ്പെട്ടു. നാം ഇവിടെ പറയുന്നത് ലോകം കുറച്ചേ ശ്രദ്ധിക്കൂ, ദീർഘകാലം ഓർക്കുകയും ചെയ്യില്ല. ഗെറ്റിസ്ബർഗിലെ പ്രസംഗത്തിൽ ലിങ്കൺ ഉപയോഗിച്ച ഒരു വാചകമായിരുന്നു ഇത്. പക്ഷേ അതിന് നേരെ വിപരീതമായി ആ വാക്കുകൾ കാലാതിവർത്തിയായി നിലനിൽക്കുന്നതാണ് പിന്നീട് കാണാനും കേൾക്കാനും സാധിച്ചത്. യുദ്ധം അവസാനിച്ച് കൃത്യം 5 ദിവസങ്ങൾക്ക് ശേഷം 1865 ഏപ്രിൽ 14-ന് കോൺഫെഡറേഷൻ അനുകൂലിയായ ജോൺ വിൽസ് ബൂത്തിന്റെ വെടിയേറ്റ് ലിങ്കൺ അന്തരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും മായാതെ മറയാതെ നിലനിൽക്കുന്നു, ലോകത്തിന് കൃത്യമായ ദിശാബോധവും നൽകുന്നു. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ